ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ, കർത്തൃഭൃത്യന്മാരെ, നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തരുന്ന ഓരോ ദിവസങ്ങളും ഏറ്റവും ധന്യമാക്കുവാൻ ദൈവാത്മബോധത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവവചനത്തെ അനുസരിച്ചും ദൈവവചനം കേട്ടും നമ്മെ തന്നെ കർത്താവിനായി ഒരുക്കി ഓരോ ദിവസത്തെയും ധന്യമാക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുള്ളതുകൊണ്ട് ആ ഒരു നിലവാരത്തിൽ ആത്മീക ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനും ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന സുലഭമായ എല്ലാ ദിവസങ്ങൾക്കായി ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുന്നു. നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി എണ്ണിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും രാവിലത്തെ വന്ദനം അറിയിച്ചുകൊണ്ട് കർത്താവും ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് ഇന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം ആരാധനയോടെ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായി 24-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 24 അതിൻ്റെ 7-ാമത്തെ വാക്യം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. പ്രവചനധ്വനിയുള്ളൊരു വാക്യമാണിത്. ഭാവി കാലത്തേക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു വെച്ചിരിക്കുന്നൊരു പ്രവചനധ്വനി. മശിഹ മടങ്ങി വന്നു കഴിയുമ്പോൾ യെരൂശലേമിൻ്റെ കിഴക്കേ മതിലിൻ്റെ വാതിൽ തുറക്കപ്പെടണം എന്നുള്ളതൊക്കെ എഗസ്കേൽ പ്രവചനത്തെ ആധാരമാക്കിയുള്ള പ്രവചനമാണ്. അഗാധമായൊരു പ്രവചന പഠനമാണത്. അതിലേക്ക് തൊട്ടു നോക്കാൻ പോലും ഈ അല്പസമയം കൊണ്ട് കഴിയത്തില്ല എന്നുള്ള ബോധം എനിക്കുള്ളതുകൊണ്ട് ചിന്തിക്കുന്നവർക്കത് പഠിക്കാൻ നിങ്ങളെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇന്ന് ലളിതമായി ചില കാര്യങ്ങൾ, ഈ വാക്യം വായിച്ചതിൻ്റെ ഉദ്ദേശം പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യമാക്കി തരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ലളിതമാക്കി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. വാതിലുകൾ ജീവനില്ലാത്ത അചേതനമായൊരു വസ്തുവാണ്. കതകുകൾ നമുക്കറിയാലോ, തടി കൊണ്ടോ അന്നത്തെ കാലത്ത് തടി കൊണ്ട് പണിയപ്പെട്ടിരിക്കുന്നത്, അതാണ് വാതിലുകൾ. ഓൾമോസ്റ്റ് ഇപ്പം ഇരുമ്പിൻ്റെയും അല്ലാത്തതൊക്കെ വാതിലുകൾ വരുന്നുണ്ടായിരിക്കാം. തടി കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്ന ജീവനില്ലാത്ത ഒരു അചേതനമായിരിക്കുന്ന വസ്തുവാണ് വാതിൽ. ആ വാതിലിനോട് പറയുകയാണ്. ഇതൊക്കെ ബൈബിളിൽ മാത്രമുള്ള ഒരു പ്രത്യേകത ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ബൈബിൾ ജീവനില്ലാത്ത വസ്തുക്കളോട്, പ്രകൃതിയിലെ ചില വസ്തുതകളോടൊക്കെ അധികാരമുള്ളവർ കമാൻഡ് ചെയ്യുന്നത്, കൽപ്പിക്കുന്നത് ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ വാതിലുകളോട് പറയുകയാണ്. വാതിലുകളോട്, ചെവിയില്ലാത്ത, ഹൃദയമില്ലാത്ത, ഘ്രാണശക്തിയില്ലാത്ത, ജീവനില്ലാത്ത, ആത്മാവില്ലാത്ത വാതിലുകളോട് പറയുകയാണ്. വാതിലുകളെ തലകളെ ഉയർത്ത്, പണ്ടേ ഉള്ള കതകുകളെ ഉയർന്നിരിക്ക് എന്ന്. ഇതുപോലെ പറയുന്ന ചില വാക്കുകൾ വേദപുസ്തകത്തിൽ വീണ്ടും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാം. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. പർവ്വതത്തോട് പറയുക, പർവ്വതത്തെ വെല്ലുവിളിക്കുക, പർവ്വതത്തോട് ചോദിക്കുക, നീ ആര്? നീ സമഭൂമിയായി തീരും. യോശുവ ഒരിക്കൽ ഒരു യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും പ്രപഞ്ചത്തിലെ ശക്തന്മാരായിരിക്കുന്ന 2 ഗ്രഹങ്ങൾ അവിടെ നിന്നു എന്നാണ് വേദപുസ്തകത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ചെവിയില്ലാത്ത, ജീവനില്ലാത്ത ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പ്രകൃതിയിലെ ഒരു വസ്തുവായിരിക്കുന്ന സൂര്യനോട് സംസാരിച്ചു, കമാൻഡ് ചെയ്തു, ചന്ദ്രനോട് പറഞ്ഞു, ചന്ദ്രനും സൂര്യനും അവിടെ നിന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ആലങ്കാരികമായതുപോലെ പറഞ്ഞൊരു വാക്ക്, പ്രാർത്ഥനയും ഉപവാസത്തെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ പർവ്വതത്തോട് ചാടി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ, പർവ്വതത്തോട് പറഞ്ഞാൽ, ഈ മലയോട് പറഞ്ഞാൽ, ഈ കാട്ടത്തിയോട് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ഈ പറഞ്ഞത് സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തോടും സൂര്യനോടും ചന്ദ്രനോടും ഈ കാട്ടത്തിയോടും ഈ മലയോടും ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാതിലിനോടും, ഇതിനൊന്നും ജീവനില്ല, മനുഷ്യനല്ലല്ലോ, 2 കാലേ നടക്കുന്നൊരു ജീവിയല്ലല്ലോ ഇതെല്ലാം. പ്രകൃതിയിലെ ദൈവസൃഷ്ടിയായിരിക്കുന്ന വസ്തുതകൾ, ഇതിനോടെല്ലാം മനുഷ്യനോട് പറയുക, പറയാൻ, കൽപ്പിക്കാൻ, അതല്ലെങ്കിൽ മനുഷ്യനത് ചെയ്ത് കാണിക്കുക. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ മുമ്പിലുള്ള എന്തുമാകട്ടെ
ജീവനുള്ള മനുഷ്യൻ മാത്രമല്ല, എന്തുമാകട്ടെ, കാട്ടിലെ ജീവികളോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വസ്തുക്കളോ വസ്തുതകളോ ദൈവസൃഷ്ടിയായിരിക്കുന്ന പർവ്വതമോ സമുദ്രമോ മലയോ കുന്നോ കാട്ടത്തിയോ വാതിലോ എന്തുമാകട്ടെ, അതിനോടെല്ലാം പറയാനുള്ള ഒരാത്മാധികാരം വേദപുസ്തകം തരുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് ഞാൻ ഈ വാക്യം വായിച്ച് ഈ ഭാഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിലെ വസ്തുതകളോടും വസ്തുക്കളോടും പോലും കൽപ്പിക്കാനുള്ള ആ അധികാരം പരിശുദ്ധ ദൈവം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനും കർത്തൃദാസന്മാർക്കും ദൈവത്തിൻ്റെ മക്കൾക്കും ദൈവം തന്നിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ സന്ദേശത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഇങ്ങനെ പറയാം. ചില വസ്തുതകളോട്, ചില പ്രശ്നങ്ങളോട്, ചില രോഗങ്ങളോട്, ചില എതിരാളികളോട്, ചില ദുഷ്ടശക്തികളോട്, ചില ദുഷ്ടമൃഗങ്ങളോട്, ചില മനുഷ്യൻ പണിത് വെച്ചിരിക്കുന്ന വസ്തുക്കളോട്, ദൈവസൃഷ്ടിയായിരിക്കുന്ന ചിലത് ആത്മീകർക്കും സഭയ്ക്കും ദൈവമക്കൾക്കും വിരുദ്ധമായി നിൽക്കുന്ന ചില പ്രതിസന്ധികളോട് പ്രശ്നങ്ങളോട് കൽപ്പിക്കാൻ, പറയാൻ. നാട്ടുകാർ പറയും ഭ്രാന്താന്ന്. കാരണം വാതിലിനോടും മലയോടും സൂര്യനോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ, കൽപ്പിക്കുന്നവൻ ബോധമുള്ളവനാണോ എന്നൊക്കെ മനുഷ്യൻ ചോദിക്കും. പക്ഷേ ആത്മീക രഹസ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ നമ്മളെ, ഞാൻ 4 or 5 തെളിവുകൾ പറഞ്ഞു, ഈ വാക്കുകളൊക്കെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് വസ്തുതകളോട് കമാൻഡ് ചെയ്യാൻ, വസ്തുക്കളോട് കൽപ്പിക്കാൻ ഒക്കെ സ്വർഗം തൻ്റെ ഭക്തന്മാർക്കും ദാസന്മാർക്കും ദാസിമാർക്കൊക്കെ അധികാരം തന്നിട്ടുണ്ട്. അത് ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് ഒന്നോടെ വരട്ടെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുക. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുക. തല ഉയർത്തുക, ഉയർന്നിരിക്കുക. എന്തിനാണ് തല ഉയർത്തുന്നത്? എന്തിനാണ് ഉണർന്നിരിക്കുക എന്നല്ല, ഉയർന്നിരിക്കുക. എന്തിനാണ്? തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ചിലരുടെ താഴേക്ക് വായിക്കുമ്പോൾ കാണാം, മഹത്വത്തിൻ്റെ രാജാവ് ആര്? യുദ്ധവീരനായ യഹോവയാണ്. ഞാൻ ഈ വാതിലുകളെ ചില നേരത്തേക്ക് മറന്നോട്ടെ, നമ്മളിലേക്കൊന്ന് വന്നോട്ടെ, എന്നെ നിങ്ങളെ ഒന്ന് കണ്ടോട്ടെ. ഈ വാതിലിൻ്റെ സ്ഥാനത്ത്, കതകിൻ്റെ സ്ഥാനത്ത് ഞാനാണ്, നിങ്ങളാണെന്നൊന്ന് വിചാരിച്ചേ. നമ്മളുടെ സ്ഥാനം, നമ്മുടെ പേരൊന്ന് അവിടെ ഒന്ന് എഴുതി ചേർത്ത് എൻ്റെ ആ പേര് വെച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എന്നോടാ പറയുന്നതെങ്കിൽ എന്താണ് പറയുന്നത്? വാതിലുകളെ എന്ന സ്ഥാനത്ത് എൻ്റെ പേര് ഷാജി എന്നാണല്ലോ. ഷാജി, നിൻ്റെ തല ഉയർത്ത്. ഷാജി, നീ ഉയർന്നിരിക്കുക. എന്താ കാര്യം? മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കണം. എങ്ങോട്ട് പ്രവേശിക്കണം? എന്നിലേക്ക് പ്രവേശിക്കണം. ഈ വാതിലും കതകും ഉണർന്നും അല്ലെങ്കിൽ ഉയർന്നും തല ഉയർത്തി നിന്നെങ്കിലല്ലേ ആ വാക്കൊരാലങ്കാരികമാണ്. അകത്തേക്ക് മഹത്വത്തിൻ്റെ രാജാവിന് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഞാനിത് വാതിലിനെ മാറ്റി നിർത്തി നമ്മളെ നോക്കി പറയുക. ദൈവത്തിന് നിന്നിലേക്ക് എന്തിനാ ദൈവം പ്രവേശിക്കുന്നത്? ഒരു ഇൻസ്പെക്ഷൻ നടത്തി മടക്കി പോകാനല്ല. എവിടേക്ക് ദൈവം കടന്നിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ അതിന് എത്രയോ വാക്യങ്ങൾ തരാം. ഏതോ ഭക്തൻ സങ്കീർത്തനത്തിൽ തന്നെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ, നിത്യശൂന്യതയിലേക്ക് നിൻ്റെ കാലടികളൊന്ന് വെക്കണമേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നീ ഒന്ന് പ്രവേശിക്കണമേ. കാലടികൾ വെക്കുക എന്നത് വേറൊരു പര്യായപദമായിട്ട് പരിഗണിച്ചുകൂടെ? കാല് വെച്ച് കയറുക എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. ശൂന്യമായി കിടക്കുന്നതിലേക്ക് ദൈവത്തിൻ്റെ കാലുകൾ വെച്ച് പ്രവേശിച്ചാൽ ശൂന്യത മാറാനാണ്. അതെല്ലാം കണ്ട് റിപ്പോർട്ടറെ പോലെ റിപ്പോർട്ട് ചെയ്യാനല്ലല്ലോ. എവിടേക്ക് ദൈവം കയറിയിട്ടുണ്ടോ, ഏത് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടോ, ഏത് കുടുംബത്തിലേക്ക് കയറിയിട്ടുണ്ടോ, ആരുടെ ജീവിതത്തിലേക്ക് കയറിയിട്ടുണ്ടോ, അവിടെ എല്ലാം മാറിയിട്ടുണ്ട്. വാസ്തവത്തിൽ രക്ഷ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവും കർത്താവും ദൈവമൊക്കെ കയറുന്നതല്ലേ? ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വസിക്കാൻ വരുന്നതല്ലേ? അങ്ങനെയല്ലേ വേദപുസ്തകത്തിലെ പല വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്? സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വാസം ചെയ്യാൻ എഴുന്നള്ളി വരുന്നതല്ലേ നമ്മുടെ ജീവിതത്തിലെ ആത്മീകത്തിന് തുടക്കമെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മളിലേക്ക് ദൈവം കയറിയതോടുകൂടെ, പ്രവേശിച്ചതോടുകൂടെ എന്തോ മാറ്റമൊക്കെ വന്നത് പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവാത്മാവ് ചിലരോട് പറയുന്നു, തളർന്നിരിക്കാതെ, തല താഴ്ത്തിയിരിക്കാതെ, നീ ഇങ്ങനെ വളഞ്ഞുകൂടി കിടക്കാതെ. ദൈവം പ്രവേശിക്കണമെങ്കിൽ ഒരു ഉയർച്ചയും ഒരു ഉണർവൊക്കെ വേണം. അതിനാണ് ഞങ്ങളീ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ ഈ ദൈവത്തെ ഉയർത്തി പറയുന്നത്, നിങ്ങളെ തട്ടി ഉണർത്തുന്നത്. വചനം കൊണ്ട് വെള്ളം തളിച്ചുണർത്തുന്നത് പോലെ വചനമെന്ന വെള്ളം കൊണ്ട് രാവിലെ തോറും നിങ്ങളെ തളിച്ചുണർത്തുന്നത്.
ആ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് പറഞ്ഞു തന്ന എന്തിനാ? ചുരുണ്ടുകൂടി കിടക്കാനല്ല. നിരാശ, ഭാരം, ദുഃഖം, വേദന, തളർച്ചയൊക്കെ മനുഷ്യ സഹജമാണ്. ഇവിടെ ഈ ലോകം അതൊക്കെ ഒത്തിരി സമ്മാനിച്ചെന്നിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ, നിങ്ങളൊരു ആത്മീക യോഗത്തിൽ പോയി പങ്കെടുത്താൽ, ഒരമണിക്കൂർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ ശുശ്രൂഷ അനുഭവിച്ചാൽ, നിങ്ങൾ ചവിട്ടിത്താത്തി കട്ടിലിനടിയിലേക്ക് ചുരുണ്ട് കയറുമെന്നല്ല, എത്രയോ പേർ മനസ്സിടിഞ്ഞ് തളർന്നു കിടക്കുന്നവരെ ഉണർത്തിയത്, ഉയർത്തിയത്, തലപൊക്കിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്, ആത്മീകതയാണ്, പ്രാർത്ഥനയാണ്, ആത്മീക ശുശ്രൂഷയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ ഞാൻ വളച്ചു കെട്ടി പറയുകയല്ല, ഗ്രഹിച്ചിട്ട് തന്നെ പറയുക. നിങ്ങളെ ആ സ്ഥാനത്ത് കണ്ടുകൊണ്ട് പറയുക, ഇന്ന് ദൈവം പറയുന്നു, തല ഉയർത്ത്. പല വിഷയങ്ങൾ നിങ്ങളുടെ തല താത്തി കാണും, പല കാര്യങ്ങൾ നിങ്ങളെ കൊച്ചാക്കി കാണും. നിങ്ങൾ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ ചില വിഷയത്തിൽ അപമാനതയായി കാണും. തോൽവി ഏറ്റെടുത്തതിൻ്റെ വേദന കൊണ്ട് നിങ്ങൾ ആളുകളെ ഫേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്നവരായിരിക്കാം. പക്ഷെ കർത്താവ് പറയുന്നത്, നീ തലതാത്തി ചുരുണ്ടുകൂടി ഒരു കറുത്ത തുണി കൊണ്ട് പുതച്ച് മൂടി അവിടെ ഇരുന്നോളാനല്ല പറയുന്നത്. നിൻ്റെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും തല ഉയർത്ത്, ഉയർന്നിരിക്കുക. എല്ലാവരും കൂടി പറയും, താണിരിക്കടാ. ഒതുക്കി ചവിട്ടി കാലിന് കീഴെ ചവിട്ടി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം നിന്നോട് പറയുന്നു, ഉയർക്കുക. മനസ്സുകൊണ്ട് നീ എൻ്റെ സൃഷ്ടിയാണ്, നീ എൻ്റെ കരവിരുതാണ്, എൻ്റെ ആത്മാവ് നിൻ്റെ അകത്തുണ്ട്, നീ എനിക്കുള്ളവനാണ്. അതുകൊണ്ട് നീ ചൂടണ്ട, ചുരുങ്ങണ്ട, നീ ഉയർന്നു തന്നെ ഇരിക്കുക. അങ്ങനെ ഉയർന്നിരുന്നാൽ, നീ തല ഉയർത്തിയാൽ, ഞാൻ അഥവാ മഹത്വത്തിൻ്റെ രാജാവ് നിന്നിലേക്ക് പ്രവേശിക്കും. ബാക്കി നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാമോ? ദൈവം എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, ദൈവം എൻ്റെ കൊച്ചു സ്ഥാപനത്തിലേക്ക് പ്രവേശിച്ചാൽ, ദൈവം എൻ്റെ മിനിസ്ട്രിയിലേക്ക് പ്രവേശിച്ചാൽ, ദൈവം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ, ദൈവം എൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ, ദൈവം എൻ്റെ വരുമാന മാർഗത്തിലേക്ക് എന്തുമാകട്ടെ, ആ തലയൊന്ന് ഉയർത്തിക്കൊടുക്ക്. നീ ഒന്ന് ഉണര്, നീ ഒന്ന് ഉയര്. എന്നിട്ട് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നീ പിടിച്ചു കയറ്റുമൊന്നും വേണ്ട. നീ ഉയർന്നാൽ രാജാവ് കയറിക്കോളും. നീ തല ഉയർത്തിയാൽ കർത്താവ് കയറിക്കോളും. അവനകത്ത് കയറിയാൽ കാര്യാദികൾക്ക് മാറ്റം വരും. ആത്മീക ഭൗതികമായിരിക്കുന്ന സകല കാര്യങ്ങളിലും ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, മനുഷ്യനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ, പണമില്ലാത്തത് കൊണ്ട് ഒതുങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ, അതിലേക്ക് എൻ്റെ മഹത്വത്തിൻ്റെ രാജാവിനെ ഒന്ന് പ്രവേശിപ്പിക്കാമോ? അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യേണ്ടത്? പെരപൊളിച്ച് പണിയൊന്നും വേണ്ട. ഇതിനകത്ത് പാർക്കുന്ന നീ ഒന്ന് ഉയർന്നാൽ മതി, ഒന്ന് ഉന്നത ചിന്തയുള്ളവനായാൽ മതി, ഒന്ന് വിവരം വെച്ചാൽ മതി, ഈ ദൈവത്തെ ഒന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്താൽ മതി, നിൻ്റെ തലയൊന്ന് ഉയർത്തിയാൽ മതി, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിച്ചോളും. അത്രയും ചെയ്തു കൊടുത്താൽ മതി. ബാക്കി ദൈവം പ്രവേശിച്ചിട്ട് ചെയ്തോളും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കുകൾ ദൈവം തരുന്നതിന് നന്ദി. എവിടേക്കോ ദൈവം മഹത്വത്തിൻ്റെ രാജാവ്, യുദ്ധവീരൻ കയറാൻ നിൽക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരുടെ ജീവിതത്തിലേക്കാണോ, ആരുടെ കുടുംബത്തിലേക്കാണോ അവർക്ക് നന്മ വരട്ടെ. ഒന്ന് ഉയർന്നു കൊടുത്താൽ, ഒന്ന് തല ഉയർത്തിയാൽ ദൈവം അത് ചെയ്യുമെന്നറിയാം. സ്വർഗം അത് ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.